നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ഗൂഗിൾ മീറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആ ക്ലാസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇത് പരിഹരിക്കാൻ നമുക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റിലെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ടോ യൂട്യൂബ് ലിങ്കായിട്ടോ ഒക്കെ കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. അതിലൂടെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. നമ്മൾ മൊബൈലിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ച് നമ്മളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് കിട്ടാത്ത ഒരവസ്ഥ എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉബുണ്ടുവിൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ഗൂഗിൾ മീറ്റിലെ ക്ലാസ് റെക്കോർഡ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. വീഡിയോ കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും, കാരണം ഞാൻ എൻ്റെ മൊബൈലിൽ പിടിച്ചിട്ടാണ് ആ സ്ക്രീൻ റെക്കോർഡ് എങ്ങനെ എന്നുള്ളത് കാണിച്ചിരുന്നത്. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് ഈ ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മുടെ ക്ലാസ് കാണുന്നത്, അതെങ്ങനെ നമുക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഇതിലൂടെ നമ്മളൊരു വലിയ പ്രശ്നമാണ് പരിഹരിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ഗൂഗിൾ മീറ്റ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും മൊബൈൽ കൊണ്ട് പുറത്തു പോയാലോ അല്ലെങ്കിൽ ആ സമയത്ത് എത്താൻ കഴിയാതെ വന്നാലോ കുട്ടികൾക്ക് ആ ഒരു ക്ലാസ് നഷ്ടപ്പെടാതെ കുറച്ച് കഴിഞ്ഞിട്ടും അവർക്ക് ക്ലാസ് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് ആരംഭിച്ച് കഴിഞ്ഞു. ഗൂഗിൾ മീറ്റിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു സംഭവം നമുക്ക് റെക്കോർഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, ഇവിടെ ഒരു സ്ക്രീൻ റെക്കോർഡർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സ്ക്രീൻ റെക്കോർഡർ ഉബുണ്ടുവിലുള്ളത് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. അപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, കസം എന്നുള്ള സ്ക്രീൻ റെക്കോർഡർ ഇവിടെ ഉണ്ട്. ഗൂഗിൾ മീറ്റ് കഴിഞ്ഞ് നമ്മുടെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഇത് ആരംഭിച്ചാൽ മതി. ഇതിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ: ഇവിടെ നമ്മുടെ മൗസ് കേഴ്സർ, സൗണ്ട് ഫ്രം സ്പീക്കേഴ്സ്, സൗണ്ട് ഫ്രം മൈക്രോഫോൺ. ഇത് സൗണ്ട് ഫ്രം സ്പീക്കേഴ്സും മൈക്രോഫോണും നിർബന്ധമായും സെലക്ട് ചെയ്യണം. മൗസ് കേഴ്സർ ആവശ്യമില്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട, എങ്കിലും ഇത് രണ്ടും നിർബന്ധമായും സെലക്ട് ചെയ്തെങ്കിൽ ഗൂഗിൾ മീറ്റിൽ നടക്കുന്ന നമ്മുടെ ഓഡിയോസ്, നമ്മൾ പറയുന്ന ഓഡിയോസും അതേപോലെ കുട്ടികൾ ഇങ്ങോട്ട് പറയുന്ന ഓഡിയോസും ഒക്കെ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഇത് 3ഉം സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് അടുത്തതായിട്ട് സെലക്ട് ചെയ്യാനുള്ളത് ഇവിടെ വീഡിയോ ആണ് വേണ്ടത്. അപ്പോൾ സ്ക്രീൻ കാസ്റ്റ് എന്നുള്ളതിൽ തന്നെ സെലക്ഷൻ വെക്കുക. ഫുൾ സ്ക്രീൻ, വിൻഡോ, ഏരിയ എന്നുള്ളതുണ്ട്. നമ്മൾ ഗൂഗിൾ മീറ്റ് നടക്കുന്ന ഈ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്താൽ മതി എങ്കിൽ ഇവിടെ നമുക്ക് ഏരിയ സെലക്ട് ചെയ്യാം. ഈ ഒരു വിൻഡോ, ഈ ഒരു ടാബ് മാത്രം സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ വിൻഡോ സെലക്ട് ചെയ്യാം. അതല്ല നമ്മുടെ സ്ക്രീൻ മുഴുവൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഫുൾ സ്ക്രീൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഏരിയയാണ് കൊടുക്കുന്നത്. ഏരിയ എന്ന് സെലക്ട് ചെയ്ത് മൗസ് കൊണ്ട് നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ആവശ്യമുള്ള അത്രയും ഏരിയ ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയും ഏരിയയാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളത്. ഇത്രയും ഏരിയ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് ക്യാപ്ചർ എന്ന് നൽകിയാൽ ഇത് മുതൽ 5 സെക്കൻഡ് മുതൽ, ഇവിടെ 5 സെക്കൻഡാണ് സെക്കൻഡ് ടു വെയിറ്റ് ബിഫോർ ക്യാപ്ചറിങ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ 5 സെക്കൻഡ് നമുക്ക് കുറച്ച് വെക്കാൻ വേണമെങ്കിൽ ഞാനിവിടെ 3 സെക്കൻഡ് ആക്കുന്നു. ഈ 3 സെക്കൻഡ് കഴിഞ്ഞത് മുതലുള്ള എല്ലാ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ നടക്കുന്ന സംഭവങ്ങളും റെക്കോർഡാവും. ഇവിടെ ക്യാപ്ചർ എന്ന് കൊടുക്കും. അപ്പോൾ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു 3 സെക്കൻഡ്. ഇപ്പോൾ റെക്കോർഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. റെക്കോർഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും മുകളിൽ ഒരു റെക്കോർഡുള്ള ഈ ഒരു ചിഹ്നം നമുക്കിതായി കാണുന്ന ഈ ഒരു ചിഹ്നം നമുക്ക് കാണാൻ കഴിയണം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് റെക്കോർഡിംഗ് ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുക. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടതും ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ റെക്കോർഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് റെക്കോർഡിംഗ് പോസ് ചെയ്യണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് റെക്കോർഡിംഗ് പോസ് ചെയ്യാം. റെക്കോർഡിംഗ് അവസാനിപ്പിക്കേണ്ടതും ഇവിടെ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കണ്ട നമ്മുടെ ഈ ഒരു ഗൂഗിൾ മീറ്റിലെടുത്ത ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫിനിഷ് റെക്കോർഡിംഗ് എന്ന് കൊടുക്കുക. നമ്മുടെ ക്ലാസ് അവസാനിച്ചാൽ ഫിനിഷ് റെക്കോർഡിംഗ് എന്ന് കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് റെക്കോർഡിംഗ് ഫിനിഷ് എന്ന് കൊടുത്താൽ നമുക്ക് ആ ഫയൽ ലഭിക്കില്ല. ഇവിടെ താഴെ കാണുന്നുണ്ടായിരിക്കും കസം റെക്കോർഡിംഗ് എന്നുള്ള റെക്കോർഡിംഗ് ഫിനിഷ്ഡ് എന്നുള്ളൊരു മിനിമൈസ് ചെയ്തത് കാണാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെസ്സേജ് ഇവിടെ കാണാം, കസം റെക്കോർഡിംഗ് ഫിനിഷ്ഡ് എന്നുള്ള. ഇവിടെ ക്യാൻസൽ എന്ന് കൊടുത്താൽ ഇതുവരെ റെക്കോർഡ് ചെയ്തൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് സേവ് ചെയ്യണം. ഡെസ്ക്ടോപ്പിൽ ഞാനിവിടെ ഇതിനൊരു പേര് കൊടുക്കുന്നു. ഇവിടെ മൈ ക്ലാസ് എന്നുള്ള ഒരു പേര് ഞാനിതിന് കൊടുക്കുന്നു.
എന്നിട്ട് ഡെസ്ക്ടോപ്പിൽ ഇത് സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റെക്കോർഡിംഗ് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇത് ക്ലോസ് ചെയ്തു. നമ്മൾ ഗൂഗിൾ മീറ്റ് അവസാനിപ്പിച്ചു. ഇനി ഡെസ്ക്ടോപ്പിൽ വന്ന് നമ്മൾ നോക്കുമ്പോൾ മൈ ക്ലാസ് 2 എന്നുള്ള ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ ഗൂഗിൾ മീറ്റിൽ സൗണ്ട് ഒന്ന് കുറക്കാം. ഇതാണ് ഞാൻ നേരത്തെ ഗൂഗിൾ മീറ്റിൽ റെക്കോർഡ് ചെയ്ത ഫയൽ. ഞാനിപ്പോൾ ഇത് മൊബൈലിൽ കാണിക്കുന്നത് ഒരു കൃത്രിമത്വം വേണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളിതിൽ പറയുന്ന ഓഡിയോയും അതേപോലെ വീഡിയോയും കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗവും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. വോയിസ് ഒന്ന് വോളിയം ഒന്ന് കൂട്ടാം. അപ്പോൾ കാണുന്നുണ്ടായിരിക്കും, ഇതാണ് നമ്മൾ ഗൂഗിൾ മീറ്റിൽ റെക്കോർഡ് ചെയ്ത ഫയൽ. അപ്പോൾ വീഡിയോ ഇങ്ങനെയാണ് ഗൂഗിൾ മീറ്റിലെ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ക്ലാസ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൂഗിൾ മീറ്റ് ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ഈ വീഡിയോ നമുക്ക് കാണാം. നമ്മുടെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് നമുക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുത്തിട്ട് ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതുവഴി സിമ്പിളായിട്ട് അല്പം കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ അല്പം കഴിഞ്ഞിട്ടും ഈ ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഗൂഗിൾ മീറ്റ് വീഡിയോ രൂപത്തിലാക്കി എങ്ങനെ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത വാട്സപ്പിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വാട്സപ്പ് ഞാനിവിടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നത് വാട്സപ്പ് വെബ് ഉപയോഗിച്ചാണ്. സിമ്പിളായിട്ട് നമുക്ക് വാട്സപ്പ് വെബ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിലും വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചത് കമ്പ്യൂട്ടറിലാണ്. ഉബുണ്ടുവിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് എങ്ങനെ ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഗൂഗിൾ മീറ്റ് എങ്ങനെ എല്ലാ അധ്യാപകർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ധാരാളം വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അധ്യാപനം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയതോടെ ധാരാളം ആളുകൾക്ക് അനേകം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഓരോ ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കൈപ്പിടിച്ചുയർത്താൻ അവർക്ക് ആവശ്യമായ ധാരാളം വീഡിയോസ് ഈ ചാനലിൽ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതേപോലെയുള്ള നമുക്ക് സഹായകമായ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.